ഇന്നലെ ഇവിടെ ഈ ആഗോള സ്പോൺസേഡ് സംഗമം പമ്പയിൽ നടക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു വലിയ കേളികൊട്ട് അറിയിച്ചുകൊണ്ടൊരു സംഗമം ഇന്ദ്രപ്രസ്ഥത്തിൽ രാജധാനിയിൽ നടത്തിയിരുന്നു. അന്ന് ആ പരിപാടിയിൽ ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. യാതൊരു വിധത്തിലുമുള്ള ഡയമണ്ടോ സിൽവറോ അങ്ങനെ ഒരു പരിപാടിയും വേർതിരിവില്ല. ഭഗവാന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന കൃത്യമായ സന്ദേശം വിളിച്ചോതിയുള്ള ആ സംഗമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് കാണാനുണ്ട്. അതിനുശേഷം ശ്രീകാന്ത് വിശദാംശങ്ങളും നൽകുകയും ചെയ്യും. ഇവിടെ 4200 പേരാണ് രജിസ്റ്റർ ചെയ്ത് അരുണെ എത്തിയത് 626 പേരാണ്. പക്ഷെ അവിടെ രജിസ്ട്രേഷനും ഒന്നുമില്ല, ഒരു ആഹ്വാനം മാത്രമേ ഉള്ളൂ. അയ്യപ്പന് വേണ്ടി അണിനിരക്കണം, ഭഗവാന് വേണ്ടി അണിനിരക്കണം, ഇവിടെ എത്തണം എന്ന ഒരൊറ്റ ആഹ്വാനത്തിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകളാണ് RK പുരം അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിയത്. എന്തായാലും അരുണെ, നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് കണ്ടിട്ട് ശ്രീകാന്ത് ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാനായി. ആ റിപ്പോർട്ട് കാണാം. പമ്പാതടത്തിൽ രാഷ്ട്രീയ കച്ചവട താൽപ്പര്യങ്ങളോടെ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിലെ ആളില്ല കസേര കാഴ്ചയാണ് ഇത്. സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടും വിശ്വാസികളെ എത്തിക്കുന്നതിൽ സർക്കാർ അമ്പേ പരാജയപ്പെട്ടു. എന്നാൽ അതേ ദിവസം രാജ്യതലസ്ഥാനത്തും മറ്റൊരു സംഗമം നടന്നു. ശബരിമല സംരക്ഷണത്തിനായി അവിശ്വാസികളിൽ നിന്നും കാനന ക്ഷേത്രത്തെ മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള യഥാർത്ഥ വിശ്വാസികളുടെ അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ ആ കാഴ്ച ഇതാണ്. മഹാടവീതടങ്ങളിൽ വിരാട ഹിന്ദു സംഗമം. ആഡംബര താമസ സൗകര്യങ്ങളില്ല, മുന്തിയ ഭക്ഷണവും AC കൂടാരവും ഉണ്ടായിരുന്നില്ല. എങ്കിലും RK പുരത്തപ്പൻ്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തിയത് നൂറുകണക്കിന് പേരാണ്. സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ, വൃദ്ധർ എന്ന വ്യത്യാസമില്ലാതെ ഡൽഹിയുടെ വിവിധ മേഖലകളിൽ നിന്നും ഭക്തർ ഒഴുകിയെത്തി. ശരണമന്ത്രധ്വനികളാൽ RK പുരത്തപ്പൻ്റെ മണ്ണ് ഭക്തിസാന്ദ്രമായി. സ്വാമിയേ 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 സ്വാമിയേ. സനാതനധർമ്മത്തിന് ശത്രുക്കളില്ലെന്നും സനാതനധർമ്മത്തെ ശത്രുവായി കാണുന്നവന് ഇന്നേ വരെ അതിനെ ജയിക്കാൻ സാധിച്ചിട്ടില്ലെന്നും അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ശ്രീരാമദാസ ആശ്രമം അധ്യക്ഷൻ സ്വാമി ശക്തി ശാന്താനന്ദ മഹർഷി പറഞ്ഞു. സർവചരാചരങ്ങളിലും എന്നെയും എന്നിൽ സർവചരാചരങ്ങളെയും കാണുന്ന ഒരു ശാസ്ത്രത്തിന് പാർട്ടി എന്ന് പറയുന്നത് ഒരിക്കലും ശത്രുവല്ല. ഏത് ചിന്താഗതിക്കാരനും നമുക്ക് ശത്രുവല്ല, ഏത് മാനിഫെസ്റ്റോക്കാരനും നമുക്ക് ശത്രുവല്ല. അവന് വിവരമുണ്ടാകണം എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ളത്. ഒരുമിച്ച് കൂടാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ സമ്പദ്ഘടനയെയും നമ്മുടെ രാഷ്ട്രീയത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന നേതൃത്വം മോദിജിയെ പോലെ നമുക്കിനി ഉണ്ടാകട്ടെ, യോഗിജിയെ പോലെ നമുക്കിനി ഉണ്ടാകട്ടെ. പാർട്ടിയുടെ പേരിലല്ല ഞാൻ ഈ പറയുന്നത്. ഞാനൊരു BJP കാരനൊന്നുമല്ല, എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയും ഇല്ല. ഞാൻ ഇതുവരെയും വോട്ട് ചെയ്തിരിക്കുമ്പോൾ അങ്ങനെയൊന്നും നോക്കിയിട്ടുമില്ല. ഇനി വോട്ട് ചെയ്ത് തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. കാരണം വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഏത് വായി നോക്കിയാണ് ഭരിക്കേണ്ടാത്തത് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. സനാതനധർമ്മ വിശ്വാസികളെ ആരും തുല്യത പഠിപ്പിക്കേണ്ടെന്നും ശിവനെയും ശക്തിയെയും ഒന്നായി കാണുന്നവരാണ് ഹിന്ദുക്കളെന്നും ന്യൂഡൽഹി ലോക്സഭാ MP ബാംസുരി സ്വരാജ്. यहाँ लॉर्ड अयप्पा की ब्लेसिंग से हम सब भगवान राम के अनुयायी, हम सब सनातन के सिपाही किसी भी व्यक्ति को सनातन को कलंकित नहीं होने देंगे. यदि आप मेरे साथ हैं तो एक बार जयकारा करिए, स्वामी शरणम अयप्पा. അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ ഭാഗമായി നടന്ന അയ്യപ്പ ജ്യോതി അനിർവചനീയമായ അനുഭവമായി. ഭക്തജനങ്ങൾ ഒരേ മനസ്സോടെ ശരണമന്ത്രധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ
അയ്യപ്പ ജ്യോതി തെളിയിച്ചു. സ്വാമിയേ സ്വാമിയേ ശരണമയ്യപ്പോ 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 ശരണമയ്യപ്പോ. ശബരിമല സംരക്ഷണത്തിനായി 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയം അയ്യപ്പ ഭക്ത സംഗമത്തിൽ അവതരിപ്പിച്ചു. ഭക്തർ ശരണം വിളികളോടെ പ്രമേയത്തെ പിന്തുണച്ചു. ശബരിമല കാനന ക്ഷേത്രവും ചൈതന്യവും തകർക്കാൻ കാലങ്ങളായി ആസൂത്രിത ശ്രമം നടക്കുകയാണ്. 2018 യുവതീ പ്രവേശന ആചാരലംഘനം അതിനൊരു ഉദാഹരണം മാത്രമാണ്. ഈ പശ്ചാത്തലത്തിൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഭക്തസംഗമം പ്രമേയം അവതരിപ്പിക്കുകയാണ്. ഒന്നാമതായി, ശബരിമലയിൽ പണത്തിൻ്റെ പേരിൽ ഭക്തരെ വേർതിരിക്കുന്ന നടപടി റദ്ദാക്കണം. 2, 2018 ആചാര സംരക്ഷണത്തിനായി നാമജപം നടത്തിയ ഭക്തർക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കണം. 3ാമതായി, ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ച് സംരക്ഷിക്കണം. ഈ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയം ഭക്തസംഗമം ശരണം വിളിയോടെ പാസാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്വാമിയേ സ്വാമിയേ സ്വാമിയേ. പമ്പാതടത്തിൽ കാലിക്കസേരകളെ സാക്ഷിയാക്കി ആഗോള അയ്യപ്പ സംഗമം നടന്നെങ്കിൽ ഡൽഹിയിൽ RK പുരത്തപ്പന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തിയത് 100 കണക്കിന് പേരാണ്. ശക്തമായ താക്കീതാണ് ഇവിടെ വിശ്വാസികൾ ഒന്നാകെ നിരീശ്വരവാദ സർക്കാരിന് നൽകിയിട്ടുള്ളത്. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ടീം ജനം, ഡൽഹി. ശ്രീകാന്ത്, മനോഹരമായൊരു റിപ്പോർട്ടായിരുന്നു. എന്തായാലും ഈ പറഞ്ഞതിൽ വാസ്തവം മാത്രമേ ഉള്ളൂ. കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ് പമ്പയിൽ എപ്രകാരമാണ് കൊട്ടിഘോഷിച്ച ആ സംഗമം ചീട്ട് കൊട്ടാരം പോലെ തകർന്ന് വീഴുന്നതെന്ന്. പക്ഷേ അതേസമയം നമ്മൾ അഭിമാനത്തോടു കൂടി പറയുകയാണ്, ഡൽഹിയിൽ ഇന്നലെ നടന്ന സംഗമത്തിൻ്റെ വിജയം അത് ഓരോ വിശ്വാസിക്കും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അനു, ജനം TV-യുടെ നേതൃത്വത്തിൽ ഇന്നലെ ഡൽഹിയിൽ നടന്ന അയ്യപ്പ ഭക്ത സംഗമവും അയ്യപ്പ ജ്യോതിയും ചരിത്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. കാരണം ആദ്യഘട്ടം മുതൽ സംസ്ഥാന സർക്കാർ പമ്പാതടത്തിൽ വിശ്വാസികൾക്കെതിരെ അവിടുത്തെ ശബരിമലയെ തകർക്കുന്നതിന് വേണ്ടി കച്ചവട താല്പര്യത്തോടെ, രാഷ്ട്രീയ താല്പര്യത്തോടെ സംസ്ഥാന സർക്കാർ പമ്പാതടത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമം തീരുമാനിച്ച അതേ നിമിഷം ജനം TV-യും ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു. ജനം TV ഭക്തർക്കൊപ്പം അടിയുറച്ചു നിൽക്കാൻ അതിനെന്ത് വേണം എന്ന് ജനം TV-യുടെ ഡൽഹി ടീം ഇരുന്ന് ചർച്ച ചെയ്തപ്പോൾ നമുക്ക് തോന്നിയ ഒരു ആശയമാണ് ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് അയ്യപ്പ ഭക്ത സംഗമവും അയ്യപ്പ ജ്യോതിയും തെളിയിക്കുക എന്നുള്ളത്. അത് ഒരു TV ചാനൽ വിചാരിച്ചാൽ എത്രത്തോളം അത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ആശങ്കകളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ 10-ലധികം സമുദായ സംഘടനകളിലേക്ക് ഇറങ്ങിച്ചെന്നു. അതോടൊപ്പം തന്നെ 17ഓളം ക്ഷേത്ര സമിതികളിലേക്ക് നമ്മൾ എത്തി. അതോടൊപ്പം തന്നെ വിവിധ ഹിന്ദു സംഘടനകളിലേക്ക് കൂടി നമ്മൾ ഈ സന്ദേശവുമായി എത്തി. ആദ്യഘട്ടത്തിൽ ചില സംശയങ്ങൾ, ചോദ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ആവശ്യകത അവരോട് സംസാരിച്ച ഘട്ടത്തിൽ ശരണം വിളികളോടെയാണ് ഓരോ സംഘടനകളും ഓരോ ക്ഷേത്ര സമിതികളും ഇത് ഏറ്റെടുത്തത്. ഒരു കാര്യം ആലോചിക്കേണ്ടത്, കേരളത്തിൽ ഈ പരിപാടിക്ക്, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പോയ അല്ലെങ്കിൽ ഈ ഭക്തർക്കെതിരായി നിന്ന സംഘടനകൾ പോലും ഇതിന് പിന്തുണ അറിയിച്ചു എന്നുള്ളതാണ്. NSSും SNDPയും ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾ ഒന്നാകെ അവർ ഈ ഒരു വ്യത്യാസവുമില്ലാതെ നമ്മുടെ ജനം TV-യുടെ നേതൃത്വത്തിൽ നടന്ന ആഗോള ഈ അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. RK പുരത്തപ്പന്റെ മണ്ണിൽ വൈകിട്ട് 5:30 തുടങ്ങി 8 മണി വരെ നീണ്ടു നിന്നതായിരുന്നു പരിപാടി. ബാംസുരി സ്വരാജ്, ന്യൂഡൽഹി MP സുഷമ സ്വരാജിന്റെ മകൾ അതിൽ പങ്കെടുക്കുകയുണ്ടായി. ഒപ്പം തന്നെ ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷി, അദ്ദേഹം ശ്രീരാമദാസാശ്രമത്തിന്റെ അധ്യക്ഷനാണ്, അദ്ദേഹമാണ് അനുഗ്രഹ പ്രഭാഷണം നടത്തിയത്. അങ്ങനെ സമസ്ത മേഖലകളിൽ നിന്നും ആളുകളുടെ പങ്കാളിത്തമുണ്ടായി. എടുത്തു പറയേണ്ടത്, പമ്പാതടത്തിലെ പരിപാടിയിൽ ക്ഷണിച്ചത് 4000-ലധികം പേരെ,
ഇരിപ്പിടമൊരുക്കിയത് 3500-ലധികം ആളുകൾക്ക്, എത്തിയത് 600 ചില്ലുവാനം ആളുകൾ എന്നായിരുന്നെങ്കിൽ ഡൽഹിയിലെ ആ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും കണ്ടു നോക്കൂ. അതിൽ നിറയെ യഥാർത്ഥ ഭക്തരെ കാണാം. RK പുരത്തപ്പൻ്റെ മണ്ണിൽ ആ ഗ്രൗണ്ട് മുഴുവൻ നിറഞ്ഞിരുന്നു. നമ്മൾ സജ്ജീകരിച്ചിരുന്നത് ഏതാണ്ട് 750-ലധികം കസേരകളാണ്. അത് മുഴുവൻ നിറഞ്ഞു. അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലായി നമ്മൾ ഏതാണ്ട് 100-ലധികം കസേര വീണ്ടും സജ്ജീകരിച്ചു. അതും നിറഞ്ഞു. ആ ക്ഷേത്രത്തിലെമ്പാടും ആളുകൾ നിന്ന് ഈ കാഴ്ച കാണുന്ന സാഹചര്യമുണ്ടായി. ആ ക്ഷേത്രത്തിന് പുറത്ത് റോഡിൽ നമ്മൾ സ്ക്രീൻ വെച്ചിരുന്നു. അതും കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു. അങ്ങനെ ആ പ്രദേശമാകെ ടൈറ്റ് പാക്ഡായാണ് ആളുകൾ നിന്ന് ഈ പരിപാടി വീക്ഷിക്കുകയുണ്ടായത്. അതിനുശേഷം അയ്യപ്പ ജ്യോതി തെളിയിച്ച ഘട്ടത്തിൽ, ശരണം വിളികൾ ഉയർന്ന ഘട്ടത്തിൽ വലിയ ഇമോഷണലായി പോയി എന്നാണ് പല ആളുകളും പറഞ്ഞത്. 2018-ലെ ക്രൂരമായ സർക്കാരിൻ്റെ വേട്ട, ഭക്തവേട്ട മനസ്സിലേക്ക് ഒഴുകിയെത്തി എന്നുള്ളതാണ് ആളുകൾ പറയുകയുണ്ടായത്. ശേഷം നമ്മളൊരു പ്രമേയം പാസാക്കി. ആ പ്രമേയത്തിൽ പറയുന്നത് ശബരിമലയിൽ അതിനെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി സംരക്ഷിക്കണം, 2018-ൽ ഭക്തർക്കെതിരായി എടുത്ത കേസ് പിൻവലിക്കണം, അതോടൊപ്പം ഭക്തരെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നത് അവസാനിപ്പിക്കണം, ആ കാനന ക്ഷേത്രത്തെ സംരക്ഷിക്കണം. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ശരണം വിളികളോടെ പ്രമേയം പാസാക്കുകയും ചെയ്തു. അതായത് ഒരു ചരിത്ര ദൗത്യം ജനം TV രാജ്യ തലസ്ഥാനത്ത് ഏറ്റെടുത്തു. ആ ആസൂത്രണ ഘട്ടം മുതൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നിടം വരെ ജനം TV അതിൻ്റെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. അത് വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇവിടെ നമുക്കൊപ്പം സഹകരിച്ച എല്ലാ സമുദായ സംഘടനകൾക്കും, ഒപ്പം തന്നെ ക്ഷേത്ര സമിതികൾക്കും മറ്റ് ഹിന്ദു സംഘടനകൾക്കും ജനം TV-യുടെ പേരിൽ അങ്ങേയറ്റം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എടുത്തു പറയേണ്ടത്, ഇന്നലെ യഥാർത്ഥ വിശ്വാസികളുടെ സംഗമം നടന്നത് രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിലാണ്. ഉയർന്ന ശരണം വിളികൾ അതിന് സാക്ഷിയാണ്. എണ്ണിയാലൊടുങ്ങാത്ത ആളുകൾ, എത്തിയ ആളുകൾ അതിന് സാക്ഷിയാണ്. പമ്പാ തടത്തിൽ കണ്ട സ്പോൺസേഡ് പരിപാടി ആയിരുന്നില്ല RK പുരത്തപ്പൻ്റെ മണ്ണിൽ ജനം TV സംഘടിപ്പിച്ചത്. ഇത് നിരീശ്വരവാദികളായ അവിശ്വാസി സർക്കാരിനുള്ള താക്കീത് കൂടിയാണ്. ഇത് കേരളത്തിൽ നിങ്ങൾ കാനനക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിച്ചാൽ, ശബരിമല അയ്യപ്പനെതിരായി ഇറങ്ങിയാൽ, കാനനവാസനെതിരായി ചെറുവിരൽ അനക്കിയാൽ, ഇങ്ങ് രാജ്യ തലസ്ഥാനത്ത് ഭക്തർക്കൊപ്പം ജനം TV ഉണ്ടാകും എന്ന താക്കീത് കൂടി ഈ ഘട്ടത്തിൽ നൽകുകയാണ് ഈ പരിപാടിയിലൂടെ ചെയ്തത്. ഒന്നുകൂടി ഒരു ചെറിയ കാര്യം കൂടി ശ്രീകാന്ത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീകാന്ത്, ഇന്നലെ ഈ സംഘാടനത്തിന്റെ പിന്നിലായിരുന്നു, രാപ്പകലില്ലാതെ അധ്വാനമായിരുന്നു കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി. എന്തായാലും ഈ കുടുംബത്തിനുള്ളിൽ തന്നെ പരസ്പരം അഭിനന്ദനങ്ങൾ എങ്ങനെ കൈമാറും എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. എങ്കിലും അഭിനന്ദനങ്ങൾ പറയാതെ നിർവാഹമില്ലല്ലോ. ആ കൂട്ടത്തിൽ മറ്റൊന്നു കൂടി ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളട്ടെ. കാരണം ഇന്നലെ സർക്കാരിൻ്റെ ഈ ആഗോള അയ്യപ്പ സംഗമം, പമ്പയിൽ കൊട്ടിഘോഷിച്ച സംഗമമൊക്കെ നടന്നിരുന്നല്ലോ. സാധാരണ മലയാള മാധ്യമങ്ങൾ എന്താണ് നൽകുക എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്നലെ അതിൽ നിന്ന് വ്യത്യസ്തമായി സത്യം അവർക്കും വിളിച്ചു പറയേണ്ടി വന്നു. കാരണം ഈ പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ എത്രത്തോളം കസേരകൾ ഒഴിഞ്ഞു കിടന്നു എന്ന് നമ്മൾക്കൊപ്പം തന്നെ മറ്റു മാധ്യമങ്ങളും നൽകി. അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാളും മുകളിൽ ഇന്നലെ രാവിലെ മുതൽ നമ്മൾ സംഘടിപ്പിക്കുന്ന, ജനം TV സംഘടിപ്പിക്കുന്ന ഈ യഥാർത്ഥ അയ്യപ്പ ഭക്ത സംഗമം മലയാള മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമ ലോകം എല്ലാവർക്കും വാർത്തയായിരുന്നു. എല്ലാവരും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുമുണ്ടായിരുന്നു. ശ്രീകാന്ത്, അനു, പമ്പാതടത്തിൽ ഈ കച്ചവട രാഷ്ട്രീയ താല്പര്യങ്ങളോടെ ഒരു സംഗമം നടക്കുമ്പോൾ രാജ്യ തലസ്ഥാനത്ത് ഈ രാജ്യത്തെ ഒന്നാകെ അറിയിക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ ഈ കാനന ക്ഷേത്രത്തിനെതിരെ ഇതാ 2018-ന് ശേഷം അതേ സർക്കാർ ആ ക്ഷേത്രത്തെ വേട്ടയാടാൻ വീണ്ടും ഇറങ്ങിയിരിക്കുന്നു. അന്ന് ആ ക്ഷേത്രത്തെ പൊതിഞ്ഞു പിടിച്ച, ഭക്തർക്കൊപ്പം എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഏക ചാനൽ ജനം TV ആയിരുന്നു. അതേ ചാനൽ രാജ്യ തലസ്ഥാനത്ത് ഈ രാജ്യത്തോടായി വിളിച്ചു പറയുകയായിരുന്നു. അതായത് രാജ്യ തലസ്ഥാനത്തെ ആദ്യത്തെ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് അവിടുത്തെ ഈ പരിപാടി സംഘടിപ്പിച്ച് ഈ രാജ്യത്തോടൊന്നായി വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ കൂടി ബാധ്യതയാണ്. ആ കാനന ക്ഷേത്രത്തെ നശിപ്പിക്കാൻ, ആചാരാനുഷ്ഠാനങ്ങളെ നശിപ്പിക്കാൻ, സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെതിരായി ജനം TV മുന്നിലുണ്ടാകും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ രാജ്യത്തിന് നൽകിയ ഉറപ്പായിരുന്നു നമ്മൾ ഇന്നലെ സംഘടിപ്പിച്ച പരിപാടി. അത് അനു പറഞ്ഞതുപോലെ പമ്പാതടത്തിൽ ആ ഒഴിഞ്ഞ കസേര നോക്കി മുഖ്യമന്ത്രിക്ക് പ്രസംഗിക്കേണ്ടി വന്നെങ്കിൽ ശ്രീ ശക്തിശാന്താനന്ദ മഹർഷി നമ്മുടെ പരിപാടിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ അദ്ദേഹത്തിന്
നിറഞ്ഞ സദസ്സിനെ, ശരണം വിളിയാൽ മുഖരിതമായ സദസ്സിനെയാണ് അഭിസംബോധന ചെയ്യേണ്ടി വന്നത്. സുഷമ സ്വരാജിന്റെ മകൾ ബാംസുരി സ്വരാജ്, RK പുരത്തിന്റെ MLA അനിൽ ശർമ്മ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പൗരപ്രമുഖർ, ജാതി സംഘടനകൾ, കേരളത്തിൽ ജാതി സംഘടനകൾ തമ്മിലടിച്ച് മാറി നിന്നപ്പോൾ ഡൽഹിയിലെ ജാതി സംഘടനകൾ അവർ ഐക്യത്തോടെ ഒരുമിച്ച് കാനനവാസന് വേണ്ടി മുന്നോട്ട് വന്നു എന്നുള്ളത് നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തി എന്ന് പറയാതിരിക്കാനാകില്ല. ഡൽഹിയുടെ മണ്ണിനൊരു പ്രത്യേകതയുണ്ട് അനു, അത് ദേശീയതയോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഈ രാജ്യത്തിനൊരു പ്രശ്നമുണ്ടായാൽ ഇറങ്ങുന്നവരാണ്. ഇതാ സനാതനധർമ്മത്തിനൊരു പ്രശ്നം വന്നപ്പോൾ സനാതനധർമ്മത്തെ വേട്ടയാടാനായി ഒരു വിഭാഗം ഇറങ്ങിയപ്പോൾ ഡൽഹി വീണ്ടും ഉണർന്നു. ഡൽഹിയിലെ മലയാളി വീണ്ടും ഒരുമിച്ചിറങ്ങി. അവന് ജാതിയോ മതമോ പ്രശ്നമായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മുടെ ഈ രാപ്പകൽ ഈ സംഘാടന ഭാഗത്ത് അധ്വാനിച്ച ഒട്ടനവധി പേരുണ്ട്. ഇത് ജനം TV ഭാഗത്തു നിന്നും അധ്വാനിച്ച ഒട്ടനവധി പേരുണ്ട്. നമ്മുടെ റിപ്പോർട്ടർ കൂടിയായ ജിഷ്ണു കൃഷ്ണനായിരുന്നു ജനം TV ഭാഗത്തു നിന്ന് ഇതിൻ്റെ ആസൂത്രണത്തിൻ്റെ പൂർണ്ണമായ ചുമതല നൽകിയത്. ഇത്ര മാസ് ഇവന്റ് അതിഗംഭീരമായി സംഘടിപ്പിക്കുന്നതിന് ജിഷ്ണു കൃഷ്ണന് സാധിച്ചു. ഇതിൻ്റെ സമ്പൂർണമായ നടത്തിപ്പ് അത് നന്ദഗോപന്റെ നേതൃത്വത്തിലാണ് നടന്നത്. നന്ദഗോപൻ അത് ഇത്രയധികം ആളുകൾ വന്ന പരിപാടിയിൽ നന്ദഗോപന് അത് നന്നായി കൈകാര്യം ചെയ്യാൻ സാധിച്ചു. നമ്മുടെ ക്യാമറാമാൻ കൃഷ്ണകുമാർ ഇപ്പോൾ നമ്മുടെ ടീമിനൊപ്പം ചേർന്ന മനോജ് നമ്മുടെ ക്യാമറാമാനാണ്. ശ്രീജിത്ത് നമ്മുടെ എഡിറ്ററാണ്, വിഷ്വൽ എഡിറ്ററാണ്. നമ്മുടെ 2 സാരഥികളുണ്ട് ഇവിടെ, ഒന്ന് ലോകേഷും മറ്റൊന്ന് ഗോവിന്ദും. അങ്ങനെ നമ്മുടെ ഈ ടീം ഒന്നാകെ ഇറങ്ങി ഈ പരിപാടി വിജയിപ്പിക്കുന്നതിൽ നമ്മൾ യത്നിച്ചു. പക്ഷെ ഒരു കാര്യം അടിവരയിട്ട് പറയാം, ഇവിടുത്തെ 10-ലധികം വരുന്ന സമുദായ സംഘടനകൾ, ഇവിടെ 17ഓളം വരുന്ന ക്ഷേത്ര സമിതികൾ, ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ, ഇവിടുത്തെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾ, അത് നമുക്ക് പറയാതിരിക്കാനാകില്ല. കാരണം സംഘത്തിൻ്റെ മറ്റ് പരിവാർ സംഘടനകളുടെയും നേതൃത്വത്തിൽ വോളണ്ടിയർമാർ അവിടെ അതിഗംഭീരമായി ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. അത് RK പുരത്തെ ബാലചന്ദ്രൻജി, ഇവിടുത്തെ സംഘത്തിൻ്റെ ചുമതലയുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആളുകളെ എത്തിക്കുന്നതിന് വ്യവസ്ഥയുണ്ടായത്. അതിനുശേഷം വാഹനങ്ങൾ എത്തിക്കുന്നതിന് വ്യവസ്ഥയുണ്ടായത്. ബാബു പണിക്കർ, MKG പിള്ളൈ, RK പുരം ക്ഷേത്രത്തിലെ പ്രസിഡന്റ് അജിത് കുമാർ, വിജയകുമാർ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങില്ല. നമ്മുടെ ജനം സൗഹൃദവേദിയുടെ പ്രസിഡന്റ് MD ജയപ്രകാശ്, അങ്ങനെ വലിയൊരു നിര നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. അതിഗംഭീരമായ പരിപാടി. അത് അവിടെ പമ്പാതടത്തിലായിരുന്നു ഇവർ ആഗോള അയ്യപ്പ സംഗമം, ഭക്തസംഗമം എന്ന് പറഞ്ഞ് സംഘടിപ്പിച്ചതെങ്കിൽ യഥാർത്ഥ ഭക്തരെത്തിയത് ഡൽഹിയിൽ RK പുരത്തപ്പന്റെ മണ്ണിലാണ്. രാജ്യം അറിഞ്ഞു. ഇന്ന് ഇവിടുത്തെ പത്രങ്ങളിലും ഇവിടുത്തെ TV ചാനലുകളിലും ഒക്കെ തന്നെ ഇത് വാർത്തയായിട്ടുണ്ട്. മലയാള മാധ്യമങ്ങൾ ശ്രദ്ധ നേടി എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനം നൽകുന്ന കാര്യം തന്നെയാണ്. എന്തായാലും പ്രേക്ഷകരോട് നമ്മൾ ഒരിക്കൽ കൂടി പറയട്ടെ, അന്നും ഇന്നും എന്നും നിലപാടുകളിൽ മാറ്റമില്ല. ജനം TVക്ക് ഭക്തർക്കൊപ്പം തന്നെയാണ്. അടിയുറച്ച് നിലയുറച്ച് ആരില്ലെങ്കിലും ഒപ്പമുണ്ടാകും ഞങ്ങൾ.